ഹായ്, ഇന്ന് നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ. ഒരു അമ്മയ്ക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം, പിന്നെ നമുക്ക് കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. ഇന്ന് കടയൊക്കെ ഉച്ചതിരിഞ്ഞാണ് കേട്ടോ തുറക്കണം. ഇന്നൊരു മുടക്ക് കിട്ടി. പിന്നെ പാറിസും കുഞ്ഞുഞ്ഞും അമ്മ എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇന്ന് ഞങ്ങൾ പുറത്ത് ഒന്ന് പോയി അടിച്ച് പൊളിക്കാന്ന് വിചാരിക്കുന്നു. വെക്കേഷൻ്റെ ഫസ്റ്റ് ഡേ. ഞാനാണ് കേട്ടോ ലാസ്റ്റ് കയറുക. അമ്മ ഡോറടക്കേ. എനിക്ക് ഗേറ്റൊക്കെ അടച്ചിട്ട് അമ്മയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ വേണം പോകാനായിട്ട്. രണ്ടാളും നല്ല സന്തോഷത്തിലാട്ടെ. പാറസും കുഞ്ഞിനും കുറേ ദിവസമായി, കുറേ നാളായി ഇത് ഒന്ന് പുറത്തേക്ക് പോയിട്ട്. രണ്ടാൾക്കും കുഞ്ഞിന് LSS എക്സാം, പാറസിന് എക്സാം ഒക്കെ ആയിട്ട്. ഗേറ്റ് അടച്ച് വരുമ്പോൾ മുത്തി അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. മുത്തിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ എന്താ കാറിൽ കയറിയിട്ടാണ്. ഇനി ഞങ്ങൾ നേരെ പോണത് നന്ദിലത്തിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് നോക്കാനുള്ളത്. അമ്മയുടെ പഴയ ഫ്രിഡ്ജും അവിടെ തന്നെയായിരുന്നു. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഉണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കാന്ന് വെച്ചെങ്കിൽ ഡിസൈനുള്ള ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ ഡിസൈൻ ഇല്ലാത്തതായിരുന്നു കേട്ടോ, പഴയ ഫ്രിഡ്ജായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തു കേട്ടോ. ഈ കളർ ബ്ലൂ കളറാണ്. ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ നോക്കണേ. അമ്മ മാത്രമല്ലേ ഉള്ളൂ, കുറച്ച് സാധനങ്ങളല്ലേ വെക്കാണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അത് എടുത്തു കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് നമുക്ക് കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ടോയ്സ് ഒക്കെയുള്ള കടയിലാണ്. ഇവിടെ ടോയ്സ് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ഗിഫ്റ്റും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ കുഞ്ഞുവിനും പാറൂസിനും ഓരോ ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തല്ലോട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ട് അപ്പോൾ ഞാനും പാറൂസും കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ്. ഞങ്ങൾ അക്ഷയയിൽ കയറി കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വന്നു. അവസാനം പാറൂസും കുഞ്ഞിനൊക്കെ വാശി പിടിച്ചു തുടങ്ങിയിട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത്. അതിന് മുന്നേ ഞങ്ങൾ വേറൊരു ഹോട്ടൽ തോമസൻ കാസയിൽ പോയതാണ് കേട്ടോ. ഭയങ്കര തിരക്കായിട്ട് അങ്ങോട്ട് വന്നത്. ഇവിടെയും അത്ര തിരക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര ലേറ്റായി. പിന്നെ അതാ ഫുഡൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ അധികം ഉണ്ടായിരുന്നു കേട്ടോ റൈസ്. എൻ്റെ വയറൊക്കെ നന്നായി നിറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ കിടന്ന് അപ്പോഴേക്കും കുഞ്ഞുഞ്ഞ് അവൻ്റെ പുതിയത് വെച്ചിട്ട് ടോയൊക്കെ എടുത്ത് കളി തുടങ്ങിയിട്ടാണ്. പിന്നെ ഒരു 6 മണിക്കായപ്പം നമ്മുടെ ബുക്ക് ചെയ്ത ഫ്രിഡ്ജ് എത്തി. പിന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കയറ്റിയ കാരണം അവർ പറഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓണാക്കിയാൽ മതി എന്നിട്ട്. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓണാക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാ ബൈ ബൈ, സീ യു.